ആത്മഹത്യയിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് അജിത് കുമാർ. അത്രമാത്രമായിരുന്നു വില്ലേജ് ഓഫീസർ സെയ്ദിന്റെ പീഡനം. 2 വർഷം നീണ്ട വേട്ട. ഭൂനികുതി വെക്കാനും ലൊക്കേഷൻ സർട്ടിഫിക്കറ്റിനുമായി വില്ലേജ് ഓഫീസിൽ പലതവണ കയറിയിറങ്ങി. ആദ്യം 60,000 ചോദിച്ചു, പിന്നെ അത് 50,000 ആക്കി. അതും നൽകില്ലെന്ന് പറഞ്ഞപ്പോൾ ഭൂമി തനിക്ക് വിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. സാധ്യമല്ലെന്നറിയിച്ചപ്പോൾ ഡാറ്റാ ബാങ്കിൽ കയറ്റുമെന്നായി. പിന്നെ നിരന്തരം വിളിയായി, ഭീഷണിയായി. ഇങ്ങനെ സഹിക്കെട്ടാണ് വിജിലൻസിനെ അറിയിക്കാൻ തീരുമാനിച്ചത്. ഞാൻ 3 ദിവസം കണ്ണൂർ പോയി. 3-ാമത്തെ ദിവസമാണ് അവിടുന്ന് എല്ലാം റെഡിയാക്കിയിട്ട് ഉദ്യോഗസ്ഥർ, അതായത് ഗസ്റ്റഡ് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തി നോട്ടുമായിട്ട് പൊടിയിട്ട് ശരിയാക്കി എൻ്റെ കയ്യിൽ കൈവശം തരുന്നവർ. പുള്ളി ബൈക്ക് എടുത്തിട്ടാണ് വന്നത്. ബൈക്ക് എടുത്ത് വന്നു. ഞാൻ വണ്ടി നിർത്തി. വണ്ടിക്കകത്ത് പുള്ളി വന്ന് കയറി. നിങ്ങളുടെ ഓമ്നി വാനിലോ? എൻ്റെ ഓമ്നി വാനിൽ വന്ന് കയറി. അപ്പം ഞാൻ എൻ്റെ സൈറ്റ് പ്ലാനും പട്ടയവും എല്ലാം എടുത്ത് ഞാൻ കാണിച്ചു കൊടുത്തപ്പം ആ സമയത്ത് പുള്ളി പിന്നെ പൈസക്കാണല്ലോ വരുന്നത്. അപ്പോൾ ഞാൻ പൈസ ചോദിച്ച പൈസ സാറിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. പുള്ളി മേടിച്ചത് കിശയിലേക്ക് ഇടുമ്പോൾ തന്നെ ഇവർ വന്ന് വണ്ടി ഡോറ് തുറന്നു. ഇവരെ കണ്ടവിടെ പുള്ളി എടുത്ത് ഉള്ളിലേക്ക് ഇട്ട് പൈസ. താൻ ഇങ്ങനെയൊരു കാര്യം ചെയ്തെന്ന് ആർക്കും അറിയില്ലെന്ന് അജിത് കുമാർ പറഞ്ഞു. ഇതിന്റെ പ്രത്യാഘാതം ഇനിയും ഉണ്ടാകുമെന്നും ഇയാൾക്ക് ആശങ്കയുണ്ട്. ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന ധൈര്യമാണ് ഇപ്പോൾ അജിത്തിന്. വില്ലേജ് ഓഫീസുകളിൽ ജനകീയ ഇടപെടലിനുള്ള സമയം അതിക്രമിച്ചു എന്ന് സൂചിപ്പിക്കുന്നതാണ് കർഷകന്റെ ആത്മഹത്യ അടക്കമുള്ള സംഭവങ്ങൾ. സേവനങ്ങൾക്ക് കൈക്കൂലി ചോദിച്ചാൽ ഒന്നുകിൽ അജിത്തിനെ മാതൃകയാക്കാം, അല്ലെങ്കിൽ മാധ്യമങ്ങളെയും അറിയിക്കാം. ക്യാമറമാൻ എം പ്രതീഷിനൊപ്പം CK വിജയൻ, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.